എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലീൻ ചെയ്ത വയമ്പ് പീര വെക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ പീരയ്ക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 5-6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യമായിട്ടുള്ള പുളിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ, ഒരു പിടി തേങ്ങ ചിരകിയതുണ്ട്, അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാവേ. എന്നിട്ട് നമ്മൾ വെക്കുന്ന ഒരു സിമ്പിൾ മെത്തേഡിലാണ്, നമ്മൾ വെളിച്ചെണ്ണയൊന്നും യൂസ് ചെയ്യാറില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് ഈ റെസിപ്പി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് റെഡിയാക്കാവേ. അപ്പോൾ എന്താ ചട്ടിയിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന വയമ്പ് ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ആ ഒരു രീതിയിലാണല്ലോ തോരൻ വെക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ ഫസ്റ്റിലെ മീനും അതിൻ്റെ അരപ്പും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ഇട്ട് ഉപ്പും ഇട്ട് മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ചിട്ട് നമ്മളങ്ങ് വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. അതാ ഞാൻ പറഞ്ഞ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണെന്നേ. ആറ്റുമീൻ ആയതുകൊണ്ട് നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ ഓയിൽ നമ്മളങ്ങനെ ഒഴിക്കാറില്ല കേട്ടോ. ഓയിലും കൂടെ ഒഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒന്നെങ്കിൽ നമുക്കിത് വറ്റി വരുന്ന സമയത്തേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കടുക് പൊട്ടിച്ച് വെക്കുന്നവരും ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, പുളി ഇവയെല്ലാം കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാവേ. അത് ജാറ് കഴുകി ആ മീൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. അടുപ്പിലേക്ക് വെക്കാവേ.
ഇതിലൂടെ ഇതിൻ്റെ വെള്ളം പറ്റി കഴിയുമ്പോൾ നമുക്ക് വാങ്ങി വെക്കാവേ. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നന്നായിട്ട് തീ പിടിച്ചാൽ ഗ്യാസിനേക്കാളും പവറാട്ടോ. ദേ കണ്ടോ, നന്നായിട്ട് വറ്റുന്ന കണ്ടോ, നോക്കിയേ എത്ര വേഗത്തിലാന്ന് നോക്കിയേ. നമ്മുടെ തോരൻ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വാങ്ങി വെക്കാം. അപ്പോൾ നമ്മുടെ പീരക്കറി സെറ്റായിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്യാതെ ഇത് അമ്മയ്ക്ക് വേണ്ടി വെച്ചത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പറയുന്നതല്ലോ അതിൻ്റെ രസം. എന്തായാലും എനിക്കിഷ്ടമായി കേട്ടോ. പീര ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ വീട്ടിലെ ഷെഫിൻ്റെ ഇലയോട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പോവാം, എന്ത് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അമ്മേ, നമ്മുടെ പീരക്കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയണേ. എന്താ അമ്മ കറി ഒന്ന് ടേസ്റ്റ് ചെയ്തേ അമ്മേ, ഉപ്പും അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കി. അമ്മ വെക്കുന്ന അത്രയും ടേസ്റ്റൊക്കെ ആയിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എങ്ങനെയുണ്ടമ്മേ? ആണോ അമ്മേ? അപ്പോൾ നമ്മുടെ പീരക്കറി സൂപ്പറാന്ന് നമ്മുടെ വീട്ടിലെ ഷെഫ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കൂട്ടി ഞാൻ പോയി ചോറ് കഴിക്കട്ടെ. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓളോടെ കൊടുത്തോളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതാണ്.